ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് കുട്ടികൾക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രോട്ടീൻ അടങ്ങിയ ചിക്കൻ, മുട്ട, ചീസ് തുടങ്ങിയവ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചിക്കൻ ഫില്ലിങ് റെഡിയാക്കാം. അതിനുവേണ്ടി ചൂടായ പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. ഇതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാളയുടെ പകുതി ചോപ്പ് ചെയ്തത് ചേർത്ത് ഒന്ന് വഴറ്റുക. ഒരു ചെറിയ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ചേർക്കുക. നല്ലതുപോലെ വഴന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ചേർക്കാം. ചെറുതായി ചോപ്പ് ചെയ്ത ചിക്കനാണ് ഇത്. 200 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ഈ രീതിയിൽ തയ്യാറാക്കിയാൽ 2 കുട്ടികൾക്ക് കഴിക്കാൻ പാകത്തിനുണ്ടാകും. ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി നിറം മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് സോസ് ചേർത്ത് കൊടുക്കാം. സോസ് ഇല്ലെങ്കിൽ പേസ്റ്റ് ചേർത്താലും മതി. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്താലും മതിയാകും. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ സോയ് സോസ് ചേർക്കാം. വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ചെറുതായി ചോപ്പ് ചെയ്ത ക്യാരറ്റാണ്. അത് 1/2 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ചെറുതായി ചോപ്പ് ചെയ്ത ക്യാരറ്റാണ് ചേർത്തിരിക്കുന്നത്. ഇതൊന്ന് 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ക്യാരറ്റ് കുറച്ചൊന്ന് വേകാനുണ്ട്. അതുകൊണ്ട് 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ചെറിയ ഒരു തക്കാളിയുടെ പകുതി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടുതൽ വെന്തുടയേണ്ട ആവശ്യമില്ല. 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അതിനുശേഷം ഒരു മീഡിയം വലിപ്പത്തിലുള്ള ക്യാപ്സിക്കം ചെറുതായി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഇനി ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ടൊമാറ്റോ സോസിന് പകരം ടൊമാറ്റോ കെച്ചപ്പ് ചേർത്താലും മതിയാകും. എല്ലാം കൂടി നല്ലതുപോലെ ഒരു 2 മിനിറ്റ് വഴറ്റി കൊടുത്ത് ചൂടാക്കുക. നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സോസിനൊക്കെ ഉപ്പുള്ളത് കൊണ്ട് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി തൂവി കൊടുക്കാം. കുട്ടികൾക്കായതുകൊണ്ട് എരിവുള്ള ഐറ്റംസൊക്കെ നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. കുരുമുളക് പൊടി തൂവിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യുക. നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് ചേർത്ത് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്ത മല്ലിയില ചേർത്തതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്ത് ചൂടാക്കുക. ഇപ്പം നമ്മളുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 2 മുട്ട പൊട്ടിച്ചതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് കുറച്ച് മിൻറ്റ് ലീവ്സും കൂടി ചേർത്ത് ബീറ്റ് ചെയ്യുക. ഞാനിതിലേക്ക് കുറച്ച് മിൻറ്റ് ലീവ്സും കൂടി ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ഫ്രൈയിങ് പാൻ ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പുറത്തേക്ക് ഒരു ചപ്പാത്തി വെച്ച് കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം താഴെ ഭാഗം മരിയുമ്പോൾ മറിച്ചിടാം. ഇനി സ്റ്റൗ ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് ചീസ് വെച്ച് കൊടുക്കാം. ഞാൻ ഒരു ചീസ് സ്ലൈസ് 2ആക്കി കട്ട് ചെയ്ത് താഴെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ആവശ്യമുള്ള ചിക്കൻ ഫില്ലിങ് വെച്ചതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ചീസ് വെച്ച് കൊടുക്കാം. മോസറല്ല ചീസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ചീസ് വെച്ച് കൊടുക്കാം. കുട്ടികൾക്കായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചീസ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളിത് കുറച്ച് ഉപയോഗിച്ചാലും മതിയാകും. മോസറല്ല ചീസാണ് ഞാനിപ്പോൾ വെച്ച് കൊടുത്തത്. ഇതിൻ്റെ പുറത്തേക്ക് ഒരു ചീസ് സ്ലൈസും കൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ഫോൾഡ് ചെയ്യാം. വിട്ടുപോയ ചീസൊക്കെ നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് പതിയെ വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ നല്ലതുപോലെ താഴെ ഭാഗം മൊരിഞ്ഞ് കഴിയുമ്പോൾ മറിച്ചിടാം. 2 സൈഡും മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് എടുക്കാം. കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കുന്നതാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് ബട്ടറോ ഗീയോ ചേർത്ത് കൊടുക്കാം.
രണ്ട് സൈഡും നല്ലതുപോലെ മൊരിഞ്ഞു കഴിയുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ കുട്ടികൾക്കുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രോട്ടീൻ കണ്ടന്റാണ് ഇതിനകത്ത് ധാരാളം അടങ്ങിയിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം വേണ്ട വെജിറ്റബിൾസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ചീസൊക്കെ ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് കുട്ടികൾ വളരെ ഇഷ്ടപ്പെടും. വളരെ ഹെൽത്തിയുമാണ്. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. കുട്ടികൾക്കൊക്കെ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഇതുപോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്താൽ അവർ ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്